ജംഗൂണാണെങ്കിൽ അയാൾ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് ഡിസ്റ്റർബ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. പുറത്തിറങ്ങിയിട്ട് കുറച്ച് നേരമായി അവനെ കാണാനിട്ട് ഹാജൻ ഇറങ്ങി വരും. അവൻ എന്തോ ആലോചിച്ച് നിൽക്കുകയാണെന്ന് മനസ്സിലാവും. അവൾ വിളിക്കുന്ന ഉടനെയാണ് അവന് ബോധം വരുന്നത്. അന്നേരം തന്നെ ചായയൊക്കെ ഇട്ട് കൊടുക്കും. അവൾക്ക് സന്തോഷമാണ്. അവൾ തന്നെ താങ്ക്സ് ഒക്കെ പറയും. എന്നിട്ടും അവൾക്ക് ഉറങ്ങാനായിട്ട് പറ്റുന്നില്ല. അപ്പൊ വാതിൽ തുറന്നിട്ടിട്ട് ജംഗൂൺ അവിടെ നിന്ന് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വാതിൽ തുറന്നു കിടക്കുന്നത് കൊണ്ടാണ് ഉറങ്ങാൻ പറ്റാത്തതെങ്കിൽ അടച്ചേക്കാന്ന് പറഞ്ഞാൽ അവൻ വരുമ്പോഴത്തേക്കിനും അതല്ല, എനിക്ക് പേടിയാവും വാതിൽ അടച്ച, കുറച്ചു നേരം ഇവിടെ വന്നിരുന്ന് സംസാരിക്കാമോ എന്ന് ചോദിക്കും. എന്നിട്ട് കുറെ നേരം സംസാരിച്ചുകൊണ്ടിരുന്നിട്ട് അവൾ ഉറങ്ങിപ്പോവും. അതിനുശേഷമാണ് അവൻ പുറത്തിറങ്ങുന്നത്. ഹാക്കിങ്ങും അന്ന് സംഭവിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഹോസ്പിറ്റലിൽ. അന്നേരം പുറത്തൊരു സൗണ്ട് കേൾക്കും. അത് സ്റ്റോപ്പർ ആണെന്ന് വിചാരിച്ചിട്ട് അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ടാണ് ഇവിടെ ചെന്ന് വാതിൽ തുറക്കുന്നത്. ഒറ്റ ഒരെണ്ണം കൊടുത്തോണ്ടാണ് തുറക്കുന്നത്. വന്ന ആള് താഴെ വീഴും. എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ റിപ്പോർട്ടർ ആണെന്ന് പറയുന്നതുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കുന്നത്. ഹോസ്പിറ്റലിൽ ഒറ്റയ്ക്കാണെന്ന് അറിഞ്ഞു. അപ്പൊ ഞാൻ കമ്പനി തരാനായിട്ട് വന്നതാണ്. പണ്ട് ചെറുതായിരുന്നപ്പോൾ ഞാനും ഇതുപോലെ ഹോസ്പിറ്റലിലായിട്ടുണ്ട്. അന്ന് ഞാൻ ഒറ്റയ്ക്കായി പോയപ്പോൾ എത്ര ബോറടിയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കും കൂടെ ഇവിടെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാന്ന് പറഞ്ഞിട്ട് അവൻ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. സിനിമ കാണാനൊക്കെ റെഡി ആയിട്ടാണ് അവൻ വന്നേക്കുന്നത്. ഇവളൊരു മൂവി സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അവൻ നോക്കിയിട്ട് അത് വേണ്ട, ഇങ്ങനെ വയ്യാതിരിക്കുമ്പോൾ അങ്ങനത്തെ സിനിമ ഒന്നും കണ്ട, നമുക്ക് ഫണ്ണായിട്ടുള്ള എന്തെങ്കിലും കാണാന്ന് പറയും. അപ്പൊ ഇവളൊരു ഹൊറർ മൂവിയാണ് സെലക്ട് ചെയ്തേക്കുന്നത്. എന്താ പേടിയാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ലാന്ന് ഇവൻ പറയും. തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ ഹൊറർ ഫിലിംസ് കാണാൻ വേണ്ടിയിട്ട് ഇവന് പേടിയാണെന്ന് ഹാക്കിങ്ങിന് മനസ്സിലാവും. ഇവിടെ എന്നിട്ട് റെസ്റ്റ് റൂമിൽ പോയിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്കും മുടി കഴിഞ്ഞു പോകും. നേരെ കെട്ടാനൊന്നും പറ്റുന്നില്ല, ഒരു കൈ ഒടിഞ്ഞിരിക്കുവാണല്ലോ. ഈ രൂപത്തിലുള്ള കാണുമ്പോൾ പിന്നെ വിളിച്ചു പോകും. എന്നിട്ട് വന്നിരിക്കെ ഇയാളെ ഇങ്ങനെ കണ്ടിട്ട് എനിക്ക് പേടിയാവും, ഞാൻ മുടി കെട്ടിത്തരാം, എനിക്കൊരു അനിയത്തി ഉണ്ട്, അവളുടെ മുടിയൊക്കെ കെട്ടി കൊടുത്തിട്ട് എനിക്ക് ഇതൊക്കെ ചെയ്യാൻ നന്നായിട്ട് അറിയാമെന്ന് പറഞ്ഞിട്ട് വിളിച്ചിരുത്തി അവൻ നന്നായിട്ട് കെട്ടിക്കൊടുക്കും. അത് ഹാക്കിങ്ങിന് ഇഷ്ടപ്പെടും. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് രണ്ടുപേരും അറിയാതെ ഉറങ്ങിപ്പോവും. ഇവളെ എഴുന്നേറ്റ് നോക്കുന്നുണ്ടെന്നെ ബെഡിൽ കയറി റിപ്പോർട്ടർ ജോ കിടക്കുകയാണ്. ഉണർത്താനായിട്ട് നോക്കുന്നുണ്ട്, പക്ഷെ അവനിതൊന്നും അറിയുന്നില്ല. അതുകൊണ്ട് അവൾ അവിടെ സോഫയിൽ കിടന്നിട്ടാണ് ഉറങ്ങുന്നത്. രാവിലെ ജംഗൂൺ ഹാജിനെ കൂട്ടി ഹോസ്പിറ്റലിലേക്ക് പോകും. ഇന്നലെ നന്നായിട്ട് ഉറങ്ങിയാന്നൊക്കെ ഹാജിൻ അവനോട് ചോദിക്കുമ്പോൾ ഉറങ്ങിയെന്ന് പറയും. പക്ഷെ അവന്റെ മുഖം കാണുന്നുണ്ടെ ഉറങ്ങിയിട്ടില്ലല്ലോ എന്നുള്ള സംശയം അവൾക്കുണ്ട്. അപ്പൊ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ടെ അവൻ പറയും പേടിക്കണ്ട, കൂർക്കം വലിച്ചൊന്നും ഇല്ല എന്ന് പറയും. അപ്പൊ അവള് ചിരിക്കും. ഒരു പക്ഷെ ഇയാള് പ്രിപ്പയർ ചെയ്ത് നിന്ന ടീയുടെ ഇഫക്റ്റ് ആയിരിക്കാം എനിക്ക് നന്നായിട്ട് ഉറങ്ങാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞിട്ട് അവള് ഹാക്കിങ്ങിനെ വിളിക്കും. ഞങ്ങൾ എത്താറായി എന്ന് പറയുന്നുണ്ടെയാണ് അവള് പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് നോക്കുന്നത്. റിപ്പോർട്ടർ ജോയാണല്ലോ കട്ടിലേക്ക് കിടക്കുന്നത്. ഇവിടെ ചെന്നിട്ട് ചവിട്ടിയാണ് അവനെ വിളിച്ചുണർത്തുന്നത്. അപ്പൊ അവര് വരുന്നതിന് മുമ്പേ എല്ലാം റെഡി ആയിട്ട് പുറത്തിറങ്ങാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും പറ്റുന്നില്ല. രണ്ടുപേരും കൂടി റൂമിലേക്ക് വരുമ്പോഴത്തേക്കിനും അവൻ അന്നേരം വന്ന കൂട്ട് ആക്ട് ചെയ്യും. അപ്പൊ എന്താ ഇവിടെയും ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ ഹാക്കിങ്ങിനെ കാണാൻ വന്നതാണ്, സംഭവം അറിഞ്ഞിട്ടെന്ന് പറയും. ഇവർ രണ്ടും കൂടി പുറത്തേക്ക് പോകുമ്പോഴത്തേക്കിനും എനിക്കൊരു ഹെൽപ്പ് ചെയ്യണം, എനിക്ക് ഒരിടം വരെ പോകാനുണ്ട്, അതുകൊണ്ട് അവരെ രണ്ടുപേരെയും തിരിച്ച് വീട്ടിൽ കൊണ്ടുവിടണം എന്ന് ജംഗൂൺ റിപ്പോർട്ടർ ജോയുടെ അടുത്ത് പറയും. അവൻ സമ്മതിക്കും. വീട്ടിൽ വരുന്നുണ്ടെ റിപ്പോർട്ടർ ജോ നോക്കുന്നുണ്ടെ അവന്റെ ചെടിയൊക്കെ വാടി തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊന്നും നിങ്ങൾ വെള്ളം ഒഴിക്കുന്നില്ലേന്ന് ചോദിക്കും. അന്നേരമാണ് അത് ശരിക്കും ഉള്ള ചെടികളാണെന്ന് അവർക്ക് മനസ്സിലാവുന്നത്. എല്ലാം പ്ലാസ്റ്റിക് ആണെന്നാണ് വിചാരിച്ചു വെച്ചിരുന്നത്. അവൻ കൂടുതലൊന്നും പറയാതിരിക്കാൻ വേണ്ടിയിട്ട് ട്രെയിനിങ് അടുത്ത ആഴ്ച തുടങ്ങാമെന്ന് ഹാക്കിംഗ് പറയും. ഗേൾ ഫ്രണ്ടിനോട് റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് അവന് ഫൈറ്റിലൊക്കെ ട്രെയിനിങ് കൊടുക്കാമെന്ന് ഹാക്കിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊന്നും ഹാക്കിംഗ് അറിയത്തില്ലല്ലോ. നിങ്ങൾ എന്തിനെ പറ്റിയാണ് സംസാരിക്കുന്നത്, എന്ത് ട്രെയിനിങ്, എനിക്കറിയത്തില്ലല്ലോ, എന്തെങ്കിലും നിങ്ങൾക്കിടയിൽ നടന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നുമില്ല, അത് ഞാൻ പിന്നെ പറയാമെന്നാണ് അപ്പൊ ഹാക്കിംഗ് പറയുന്നത്. ജംഗൂൺ മെന്റൽ ഹോസ്പിറ്റലിലേക്ക് അയാളെ കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്താ ഇത്ര വൈകിയത്, ഞാൻ എത്ര നേരമായിട്ട് നോക്കിയിരിക്കുകയാണ്, കുറച്ചുകൂടി നേരത്തെ വന്നുകൂടായിരുന്നോ എന്നൊക്കെയാണ് ഇയാൾ ചോദിക്കുന്നത്. അശോകനെ പറ്റി എന്തറിയാമെന്നാണ് ജംഗൂൺ ആദ്യം ചോദിക്കുന്നത്. എന്താ ഇത്ര ധൃതി, അയാൾ എന്നെയാണ് ആദ്യം കോണ്ടാക്ട് ചെയ്തത്, ഞങ്ങൾ കുറച്ച് ലെറ്റേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്തു, അയാള് കുറച്ച് കാര്യങ്ങൾ എന്നോട് ചോദിച്ചു, ഞാൻ അയാളോടും കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, പിന്നെ എനിക്കും കുറച്ച് ഫോട്ടോസ് ഒക്കെ കിട്ടിയെന്ന് പറയും. അപ്പൊ നിങ്ങൾ എന്താണ് സംസാരിച്ചതെന്നുണ്ടെങ്കിൽ ജംഗൂൺ ചോദിക്കുമ്പോഴത്തേക്കിനും അത് എന്തൊരു റിയാക്ഷൻ ആണ്, നിങ്ങൾ എന്തിനാണ് ഇത്രയ്ക്ക് കൺസേൺഡ് ആവുന്നത്, ഹാജിനെ ഇഷ്ടമാണോ, നിങ്ങൾ സെയ്യൂണിനെ പറ്റി ആലോചിക്കുന്നുണ്ടോ, നിങ്ങളെ ഇൻവോൾവ് ആയതുകൊണ്ടാണ് സെയ്യൂൺ അത് സംഭവിച്ചത്, നിങ്ങൾ കാരണമാണ് സെയ്യൂൺ കൊല്ലപ്പെട്ടത്, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും സെയ്യൂണും സന്തോഷമായിട്ട് ജീവിച്ചേനെ. ഇപ്പോ നീ സെയ്യൂണിന്റെ ഫ്രണ്ടുമായിട്ട് എന്താണ് ചെയ്യാൻ പോകുന്നത്, നിന്നെ ഈ അവസ്ഥയിൽ കാണുവാണെങ്കിൽ സെയ്യൂണ് വിഷമാവുമെന്ന് നിനക്ക് അറിയത്തില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള് ഇവനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലൊന്നും ഇയാൾ പറയുന്നുമില്ല. മിസ് പാർക്ക് അവരെ കാണാനായിട്ട് വരും. സംഭവം കേട്ടപ്പോൾ തന്നെ എന്റെ കൈയും കാലും വിറച്ചു പോയി. നമുക്ക് ഇതിനി പോലീസിൽ റിപ്പോർട്ട് ചെയ്യാം, ഇപ്പൊ വേറെ ഒരു കാര്യങ്ങളും ആലോചിക്കണ്ട, അയാൾ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിയത്തില്ലല്ലോ, വീട്ടിൽ അതിക്രമിച്ച് കയറി എന്നുള്ളതും നമ്മളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതും നമുക്ക് പോലീസിൽ പരാതിയായിട്ട് കൊടുക്കാം, ഞാൻ ലോയറിന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയും. അപ്പോൾ ആങ്കർ ലീക്ക് കിട്ടിയ ഫോട്ടോസിനെ പറ്റിയോ എന്ന് ഹാക്കിംഗ് ചോദിക്കും. അത് ഞാൻ ലോയറിന്റെ അടുത്ത് ചോദിച്ചായിരുന്നു, അതൊരു ക്രിമിനൽ ആക്ടിവിറ്റി ആയിട്ട് കൂട്ടത്തില്ല, തന്നെയല്ല അത് പുറത്തറിയുവാണെങ്കിൽ
ആളുകൾ കൂടുതൽ ഇൻട്രസ്റ്റ് അതിൽ കാണിക്കും. അത് ചിലപ്പോൾ ആങ്കർ ലീയെ ബാധിക്കും. ഇതിപ്പോ നമ്മുടെ കാര്യം മാത്രം പറഞ്ഞാൽ മതി എന്നാണ് ലോയർ അതുകൊണ്ട് പറഞ്ഞതെന്ന് പറയും. അങ്ങനെ അവരതിന് സമ്മതിക്കും. മെന്റൽ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വരുമ്പോഴത്തേക്കും രാത്രിയാവും. അയാൾ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അത് മാത്രമാണ് ജംഹുന്റെ മനസ്സിൽ. കാരണം അവനും കുറ്റബോധമുണ്ട്. സെയുന്റെ ഫ്രണ്ട് ആണല്ലോ ഹാദിൻ. അതുകൊണ്ടാണ് അവൻ എപ്പോഴും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്നത്. കുറച്ചു ദൂരം വന്നു കഴിയുമ്പോഴത്തേക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് തോന്നിയിട്ട് അവൻ പുറത്തിറങ്ങും. അന്നേരം ഹാദിന്റെ കോള് വരും. ഞങ്ങൾ ഇതുപോലെ പോലീസിൽ കംപ്ലൈന്റ് കൊടുക്കാനായിട്ട് തീരുമാനിച്ചു എന്ന് പറയുമ്പോഴത്തേക്കും അത് നന്നായി. എന്തായാലും ഇത്രയൊക്കെ പ്രശ്നങ്ങളായതല്ലേ, അത് തന്നെയാണ് നല്ലത്. ഇനി എവിടെ പോയാലും ബോഡി ഗാർഡ്സിന്റെ കൂടെ പോകാവൂ എന്നൊക്കെ അവൻ പറയും. അവന്റെ സൗണ്ട് കേൾക്കുമ്പോൾ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അവൾ ചോദിക്കും. കുഴപ്പമൊന്നുമില്ല, ഞാൻ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞിട്ട് അവൻ കോൾ കട്ട് ചെയ്യും. അങ്ങനെ പോലീസുകാരെ വീട്ടിൽ അന്വേഷിക്കാനായിട്ട് വരും. വിവരം അറിഞ്ഞ് റിപ്പോർട്ടേഴ്സ് എല്ലാം ഹാദിന്റെ വീടിന്റെ ഫ്രണ്ടിലുണ്ട്. എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഡിറ്റക്ടീവ്സ് വന്നിട്ട് പറയും, ഇവിടുത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ആ ആള് വീടിനകത്ത് പലതവണ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെയുള്ള കേസസിൽ കൂടുതലും നിങ്ങൾക്ക് അടുത്തറിയാവുന്ന ആരെങ്കിലും ആയിരിക്കും കൾപ്രിറ്റ്. പ്രത്യേകിച്ച് നിങ്ങൾ എങ്ങോട്ടേക്ക് പോകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളായിരിക്കും. ആരെങ്കിലും സംശയം ഉണ്ടോ എന്ന് ചോദിക്കും. അന്നേരം എനിക്കൊരാളെ സംശയം ഉണ്ടെന്ന് ഹാക്കിംഗ് പറയും. മിസ്റ്റർ ഈ ന്യൂസ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെയാണ് ജംഹൂൺ അവിടേക്ക് വരുന്നത്. എന്താ പറ്റിയത്, ഹാദിൻ നല്ല ഷോക്ക്ഡ് ആയിരിക്കുമല്ലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടെ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആണെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാമോ, നമുക്ക് ഇത് നിന്റെ ന്യൂസ് സെഗ്മെന്റിൽ ഒന്ന് കവർ ചെയ്താലോ. അതാകുമ്പോഴത്തേക്കും കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻസിഡന്റ് എത്തുകയും ചെയ്യും, പബ്ലിക്കിന്റെ അറ്റൻഷൻ കിട്ടുകയും ചെയ്യും. കാരണം യൂഷ്വലി ഇങ്ങനെയുള്ള സ്റ്റോക്കേഴ്സിനെ പിടിച്ചു കഴിഞ്ഞാലും അവർക്ക് വലിയ പണിഷ്മെന്റ് ഒന്നും കിട്ടാറില്ല. അങ്ങനെ ഒരു അറ്റൻഷൻ കിട്ടി കഴിയുമ്പോഴത്തേക്കും ആ ഒരു സാഹചര്യം മാറുമല്ലോ. ഹാദിനും അതൊരു ഹെൽപ്പ് ആവും എന്ന് പറയുമ്പോഴത്തേക്കും അവൻ പറയും അത് ശരിയാവും തോന്നുന്നില്ല. കാരണം ഇത് ന്യൂസിലൊക്കെ നമ്മൾ കവർ ചെയ്യാന്ന് പറയുമ്പോഴത്തേക്കും അത് ആ സ്റ്റോക്കറിനെ കൂടുതൽ പ്രൊവോക്ക് ചെയ്യത്തേ ഉള്ളൂ. അത് ഹാദിനെ കൂടുതൽ അപകടത്തിലാക്കും എന്ന് പറയും. അന്നേരമാണ് മിസ്റ്റോയും അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. റിപ്പോർട്ടർ പാർക്കർ റൂമിൽ ഇരുന്നിട്ട് ധൃതിയില് അയാളുടെ കയ്യിലുള്ള ഫയൽസ് ഒക്കെ വേറൊരു സ്ഥലത്തേക്ക് കോപ്പി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ ആരെയോ പ്രതീക്ഷിക്കുന്ന പോലെയാണ് ഇത് ചെയ്യുന്നത്. ഇത് സ്ലോ ആണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം കോപ്പി ചെയ്തിട്ട് അവിടുന്ന് പോകാനായിട്ട് തുടങ്ങുമ്പോൾ ആരോ വന്ന് വാതിലിന് മുട്ടും. പൈപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്, ഗ്യാസ് പൈപ്പ് നോക്കാൻ വേണ്ടിയിട്ടാണ്, ലീക്ക് ഉണ്ടോ എന്ന് അറിയാനാണെന്ന് പറയും. പോലീസുകാരായിരിക്കും ഒരു ഏകദേശം ധാരണയുള്ളത് കൊണ്ട് അവൻ ജനൽ ചാടി രക്ഷപ്പെടും. എന്നിട്ട് ടാക്സിയിൽ കയറി രക്ഷപ്പെട്ടു എന്നുള്ള ആശ്വാസത്തിൽ ഇരിക്കുമ്പോൾ ജംഹൂന്റെ മെസ്സേജ് വരും. ഇന്നത്തെ ന്യൂസിൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് ഇതാണ്, സ്റ്റോക്കർ നീയാണെന്ന് എല്ലാവരും അറിയും. അതിനു മുമ്പ് വേണ്ടാന്നുണ്ടെങ്കിൽ പോയി പോലീസിൽ കീഴടങ്ങണം എന്ന് പറഞ്ഞിട്ട് ഇവൻ പറഞ്ഞ ആ റെക്കോർഡിങ്ങും അയച്ചു കൊടുത്തിട്ടുണ്ട്. അത് ജംഹൂൺ റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കർ പറഞ്ഞതനുസരിച്ച് ഞാൻ ഫോട്ടോസ് എടുത്തത് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചെയ്തില്ല, ആ ഫോട്ടോസ് ഒക്കെ ഞാൻ സ്റ്റോക്കറിന് അയച്ചു കൊടുത്തു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവനും കുറ്റവാളിയാവും. ജംഹൂൺ മനഃപൂർവ്വം ചെയ്തതാണ്, ഒരു രീതിക്കും രക്ഷപ്പെടാൻ പറ്റത്തില്ലെന്ന് അവന് മനസ്സിലാവും.